ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. 4 വർഷം മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള ചിക്കൻ ഉമ്മുക്കുൽസുവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഒരുപാട് നാളായിട്ടോ ഇതൊന്നുണ്ടാക്കി നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴാണ് ഒന്നുണ്ടാക്കി നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചിക്കൻ ഉമ്മുക്കുൽസ് ഉണ്ടാക്കാനായിട്ട് 1.5 കിലോൻ്റെ ഫുൾ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. മസാല തേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നല്ലതുപോലെ ആകാനാണ് കേട്ടോ നമ്മൾ വരഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ എല്ലാ സൈഡും നല്ലതുപോലെ നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അങ്ങനെ എല്ലാ സൈഡും നല്ലതുപോലെ വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്പൈസസ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, 3 ടീസ്പൂണോളം പച്ചമല്ലിയും ചേർത്തിട്ട് നല്ലതുപോലെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 6 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരുവോളം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഫ്ലെയിം ഓഫാക്കിയിട്ട് നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം അത് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. അങ്ങനെ ഞാനിത് നല്ലതുപോലെ പൊടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പകുതി സവാളയും തക്കാളിയും ചേർത്ത് കൊടുക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂണോളം കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ആവശ്യത്തിനുള്ള ഉപ്പും 1 നാരങ്ങയുടെ നീരുമാണ് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മല്ലിയിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. മല്ലിയിലയും കൂടി കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊന്ന് ഞാൻ 1 ടേബിൾ സ്പൂണോളം മസാല ഞാനൊന്ന് മാറ്റിയെടുക്കുകയാണ്. നമ്മൾ അതിലേക്ക് ഫില്ലിങ് ഉണ്ടാക്കുമ്പോൾ അതിക്ക് ഇടാനുള്ളതാണ്. ഇനി നമുക്കിത് ചിക്കന്മേ നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ നമുക്ക് ഈ മസാല തേച്ച് കൊടുക്കാം. അങ്ങനെ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 4 മണിക്കൂറോളം നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഓവർനൈറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം നമ്മളിതൊന്ന് പുഴുങ്ങിയെടുക്കുകയാണ്. പുഴുങ്ങിയെടുക്കുക എന്ന് പറഞ്ഞാൽ കുക്കറിലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് വിസിലടിച്ചെടുക്കുക. ഒരൊറ്റ വിസിൽ മതി കേട്ടോ, അതിലേറെ വിസിലടിക്കാൻ പാടില്ല. ഒരൊറ്റ വിസിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുക. ചൂടായ പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1 സവാള ചെറുതായിട്ട് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. സവാള ഒന്ന് കുക്കായി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ തക്കാളിയാണ്. വലുതായത് കൊണ്ടാണ് ഞാൻ 1 ചേർക്കുന്നത്. ചെറുതാണെന്നുണ്ടെങ്കിൽ 2 ചേർക്കുക. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളിയും ഉള്ളിയും നല്ലതുപോലെ ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മസാല ഉണ്ടല്ലോ, അതിട്ടിട്ട് നല്ലതുപോലെ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാലിന് പകരം നമുക്ക് തേങ്ങ ചിരകിയത് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതിന് കിട്ടൽ കേട്ടോ. ഇനി ഞാൻ കുറച്ച് മല്ലിയിലയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിലെ ഫില്ലിങ്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ വിസിലേ അടിച്ചിട്ടുള്ളൂ. ചിക്കന് നല്ലൊന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മസാല അതിലേക്ക് നിറച്ച് കൊടുക്കാം. 1 സ്പൂണ് വെച്ചിട്ട് ഫുള്ളും നമുക്ക് അതിലേക്ക് നിറച്ച് കൊടുക്കാം.
മസാലയൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളുടെ പുഴുങ്ങിയൊരു മുട്ടയാണ് അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അത് നല്ലതുപോലെ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് ചൂടായ കടായിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ആ ചിക്കനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കന് എണ്ണയിലേക്ക് ഇടുമ്പോൾ എണ്ണ ദേഹത്തേക്ക് ആവാതെ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഇത് വലിയ ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് മറിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടോ, അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്, അത് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അത് വെന്ത് കിട്ടണം കേട്ടോ. അങ്ങനെ ചിക്കൻ്റെ എല്ലാ സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ഡെക്കറേഷൻ പണിയാണ് കേട്ടോ. ഇത് പുഴുങ്ങിയ മുട്ടയാണ്. ഒരു പുഴുങ്ങിയ മുട്ട എടുത്തിട്ട് ഇതുപോലെ നമ്മൾ കണ്ണാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം വായാക്കിയിട്ട് നമ്മളിവിടെ ക്യാരറ്റാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് അതിൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഒന്ന് കുത്തി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ നേരെ ചിക്കൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഉമ്മുക്കുൽസ് ഇവിടെ റെഡി ആയിട്ടോ. ഇതാണ് നമ്മുടെ ഉമ്മുക്കുൽസിൻ്റെ ഫൈനൽ പിക്ക്. ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻസായിട്ട് അറിയിക്കുക കേട്ടോ. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് പിന്നെ കാണാം. ബൈ.